ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രതിനിധി ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ ചേരുന്നു. ഡോക്ടർ ശ്രീജിത്ത്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള സാഹചര്യം നേരത്തെ തന്നെ അത് കണ്ടിരുന്നോ? ലഹരിയുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്. കാരണം ഈ IV ഡ്രഗ് യൂസേഴ്സ്, അത് പിന്നെ നമ്മൾ ഈ HIV ഒക്കെ കണ്ടുപിടിക്കുന്ന നാൾ തുടങ്ങി HIV ബാധ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, അതായത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി ഈ പിന്നെ HIV ബാധിതരുമായിട്ടുള്ള ലൈംഗിക ഇടപെടലാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാരണമായി തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഈ IV ഡ്രഗ് യൂസ് ആണ്. അപ്പം സ്റ്റെറിലൈസ് ചെയ്യാത്ത സൂചികൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനുള്ളൊരു കാരണമാകുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹവും അത് തീർച്ചയായിട്ടും അറിയണം, തിരിച്ചറിയണം. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് യാതൊരു കാരണവശാലും പോകാൻ പാടില്ല. അപ്പം ലഹരി മരുന്നിന് ഒരിക്കലും അടിമയാകരുത്. അതുപോലെ തന്നെ ഈ സ്റ്റെറിലൈസ് അല്ലാത്ത സിറിഞ്ചുകളും സൂചികളും യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. സ്വയം കുത്തിവയ്ക്കുന്ന രീതിയും തീർച്ചയായിട്ടും ഇത്തരക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവരിലാണെങ്കിൽ പോലും അത് പിന്നെ വളരെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അധികൃതരുടെ ശ്രദ്ധയിൽ മാത്രം സൂക്ഷിച്ചെടുക്കേണ്ടതാണ് കുത്തിവയ്പ്പ്. പ്രത്യേകിച്ച് ഈ രക്തധമനികൾക്കുള്ളിലേക്കുള്ള IV എന്ന് നമ്മൾ പറയുമല്ലോ, IV ആയിട്ടുള്ള കുത്തിവയ്പ്പുകൾ. അതുകൊണ്ട് നമ്മൾ സമൂഹം വളരെ ജാഗ്രതയോടെ കാണേണ്ട ഒരു വിഷയമാണത്. ഡോക്ടർ ശ്രീജിത്ത്, ഈ സിറിഞ്ച് വഴി HIV പകരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇതിപ്പം നമ്മൾ 2 സാഹചര്യമാണ് ഉള്ളത്. ഒന്ന്, ഇതിപ്പോ പകരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സിറിഞ്ച് വഴി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം HIV ഉള്ള ആളുടെ പിന്നെ രക്തം പിന്നെ ഞരമ്പിലേക്ക് കുത്തിവെച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഇവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സിറിഞ്ച് തന്നെ ആയിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പൊ അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരാൾക്ക് ഇതിന് കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് HIV ഉണ്ടെങ്കിൽ, പിന്നെ മാത്രമല്ല സാധാരണഗതിയിൽ ഇത്തരക്കാരിൽ മറ്റ് പലതരത്തിലുള്ള പിന്നെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള രോഗസാധ്യതയും കൂടുതലുണ്ട്. അപ്പൊ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ ഈ പിന്നെ രക്തത്തിന്റെ അംശം ആ സിറിഞ്ചിൽ പറ്റിയിരിക്കുകയും ആ അംശം മറ്റൊരാളുടെ രക്തത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇനി പിന്നെ ആ രോഗബാധ ഉണ്ടായി കഴിയുമ്പോഴേക്കും അപ്പം എണ്ണം കൂടുകയാണല്ലോ. അപ്പം ആ സംഘത്തിലുള്ള പല ആളുകൾക്കും അതുണ്ടാകാം. അവര് പിന്നെ അവരുമായി ചേർന്ന് ഈ സിറിഞ്ച് ഷെയർ ചെയ്യുന്ന മറ്റാളുകൾക്ക് ഉണ്ടാകുന്നു. അപ്പം അതുകൊണ്ട് ഈ അണുവിമുക്തമായിട്ടുള്ള പിന്നെ സിറിഞ്ചുകൾ അത് എല്ലാ ഇഞ്ചക്ഷൻസിനും ഉപയോഗിക്കേണ്ടതുണ്ട്. ഈ ഇത്തരത്തിലുള്ള സാഹചര്യം ഈ ലഹരി മരുന്നിനൊക്കെ അടിമപ്പെടുന്നവർ ഇതിനെക്കുറിച്ചൊന്നും പിന്നെ ബോധർ ചെയ്യാറില്ല. അപ്പം ലഹരി മരുന്നേ പാടില്ല. അപ്പൊ അത് ഈ ഇത്തരത്തിലുള്ള ഈ പിന്നെ അൺസേഫ് ആയിട്ട് ഇഞ്ചക്ഷൻസ് തീർച്ചയായിട്ടും പിന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും നമ്മളത് ചെയ്യരുത്. അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയും വേണം. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ ശ്രീജിത്ത്. വീണ്ടും ശിവദാസിലേക്ക് പോവുകയാണ്. ശിവദാസ്, എപ്പോഴാണ് ഈ DMO യോഗം വിളിച്ചിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് യോഗം ചേർന്ന് നടപടി എടുക്കേണ്ടതല്ലേ? വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് HIV ബാധ എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു രോഗം തന്നെയാണ്. അത് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഓരോ ഇടത്ത് തന്നെ ഇത്തരത്തിൽ 9 പേർക്ക് രോഗബാധ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ DMOയുടെയും അതോടൊപ്പം തന്നെ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നത്. അതിന്റെ ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഓഫീസിൽ ഈ ഒരു യോഗം ചേരുന്നത്. DMOയുടെയും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ യോഗമാണ് ചേരുന്നത്. കാരണം ഈ മൊത്തം 10 പേർക്കാണ് സംസ്ഥാനത്ത് ഈ 2 മാസത്തിനിടെ മാത്രം ഈ മലപ്പുറം ജില്ലയിൽ മാത്രം 10 പേർക്ക് HIV ബാധ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള രോഗബാധ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് HIV ബാധ എന്ന് പറയുമ്പോൾ പിന്നീട് അവരുടെ ഭാവി നശിക്കുന്ന തരത്തിലാണ്, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഭാവി നശിക്കുന്ന തരത്തിലാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ആരോഗ്യ വകുപ്പും ഇതിനെ കാണുന്നത്. ഇതിന്റെ തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള യോഗം അടക്കമുള്ള നടപടികളുമായി ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളിലും ഈ രോഗം പടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം.
മലയാളികൾക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലഹരി കൂട്ടായ്മകൾ പല ഇടങ്ങളിലും ഉണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളും അതോടൊപ്പം തന്നെ മറ്റും മലയാളികളും അടക്കം ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടാണ് മലപ്പുറത്തെ ഇത്തരത്തിലുള്ള ഒരു രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് 9 പേർക്ക് രോഗം വ്യാപിച്ചിരിക്കുന്നത്. അത് വളാഞ്ചേരിയിൽ ഒരു ഇടത്താണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഒരു വ്യക്തിക്ക് ഈ രീതിയിൽ ഒരു HIV സംശയത്തോടെ ആശുപത്രിയിൽ എത്തുന്നു. പിന്നീട് അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും പരിശോധിക്കുന്നു. അതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അയാൾക്ക് HIV സ്ഥിരീകരിക്കുന്നു. പിന്നീട് ഇയാളോടൊപ്പം കൃത്യമായി തന്നെ ചോദ്യം ചെയ്യലിലൂടെ ഇയാളോടൊപ്പം ലഹരി ഉപയോഗിച്ചിരുന്ന ആളുകളെ കൂടി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ ആളുകളെ കൂടി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇത് സ്ഥിരീകരിച്ചത്. 9 പേർക്ക് മൊത്തം ഇയാൾക്കടക്കം 9 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത്. ഈ രീതിയിലുള്ള പരിശോധന ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശിവദാസ്, ഒരു നിമിഷം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഡോക്ടർ മോഹൻ റോയും ചേരുന്നു. ഡോക്ടർ മോഹൻ റോയ്, മലപ്പുറത്ത് നിന്ന് ഉള്ള ഗുരുതരമായിട്ടുള്ള ഈ വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ HIV ബാധ 9 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തു എന്നാണ് വിവരം. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സ്ഥിതിവിശേഷത്തെ? സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ സമസ്ത മേഖലകളിലും സർവ്വവ്യാപിയായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ലഹരി നിർമ്മാർജ്ജനത്തിലുള്ള പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ ഇപ്പോഴും നമ്മുടെ ആൾക്കാർ, ലഹരി ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കാതെ പോകുന്ന വലിയ അപകടങ്ങളുണ്ട്. കാരണം ഇപ്പോഴും നമ്മുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം അത് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നായാലും 20-30 വർഷം കഴിഞ്ഞ് വരുന്ന ക്യാൻസർ ആണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യം തുടങ്ങുന്നത്. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും വന്നപ്പോഴാണ് നമ്മുടെ ഫോക്കസ് മാറുന്നത്. പക്ഷെ അതിനേക്കാളേറെ ഗുരുതരമായ പ്രശ്നങ്ങൾ ലഹരി കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവര് നമ്മൾ പറയുന്നത് പോലെ നീഡിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. നീഡിൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന അണുബാധയും HIV അണുബാധയും തുടങ്ങി ഹെപ്പറ്റൈറ്റിസ് ഉൾപ്പെടെയുള്ളവ, മാരകമായ മഞ്ഞപ്പിത്തം തുടങ്ങിയവ പോലും ഇതുവഴി പകരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ യഥാർത്ഥത്തില് ഇത്തരത്തിൽ ഞരമ്പിലൂടെ ലഹരി കുത്തിവയ്ക്കുന്ന ആൾക്കാർക്കായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ട്. ഇവിടെ നീഡിൽ സ്ട്രിഞ്ച് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നീഡിലുകൾ, ആരോഗ്യകരമായ നീഡിലുകൾ കൊടുക്കുന്ന സംവിധാനം വരെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തില് അത്തരത്തിലുള്ള ഒരു സംവിധാനം വന്നപ്പോൾ ഇതിനെ വിമർശിച്ച ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവർക്ക് എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ അവരുടെ സംശയങ്ങളും തരത്തിലുള്ളവർക്ക് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നീഡിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമും അല്ലാതെ ഇവർക്ക് കഴിക്കാവുന്ന ഗുളികകൾ കൊടുക്കുന്ന ചികിത്സാ സംവിധാനം നിലവിലുണ്ട്. ഇത് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അജ്ഞതയാണ്. അജ്ഞതയ്ക്കപ്പുറം ലഹരിയുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. പല ആൾക്കാർക്കും ഇത് അറിയാതിരിക്കും. ഇത്തരത്തിലുള്ള ഫ്രിഞ്ചുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ പ്രാകൃതമായ മാർഗങ്ങൾ. ചിലപ്പോൾ ഇവർ നാരങ്ങ നീരൊക്കെ എടുത്ത് തുടച്ചുകൊണ്ടൊക്കെ തന്നെ ഇവരിത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തില് ലഹരി മറ്റു തലങ്ങളിലേക്ക് പോയി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളതാണ്. ലോകത്ത് HIV ബാധ തടയുന്ന കാര്യത്തിൽ ലോകം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. HIV ബാധ മിക്കവാറും നമ്മൾ പൊതുവെ HIV പകരുന്ന മാർഗങ്ങളായി പറയുന്ന ലൈംഗിക ബന്ധമാവട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവട്ടെ, അല്ലെങ്കിൽ ആശുപത്രി സുരക്ഷിതമായ നീതികൾ ഉപയോഗിക്കാത്തതുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഇത്തരത്തിലുള്ള ഘടകങ്ങളെ എല്ലാം വളരെയധികം നിയന്ത്രണ വിധേയമാക്കാൻ ലോകവ്യാപകമായി നടക്കുന്ന ഈ HIV പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് ഇങ്ങോട്ട് ഫലപ്രദമാവാത്ത ഒരു മേഖലയാണ് ലഹരി ഉപയോഗിക്കുന്നത്. അവരുടെ ഇടയിൽ പ്രത്യേകമായി ഇടപെടുന്നിട്ടുള്ള പ്രോജക്റ്റുകളും മറ്റും ഇപ്പോഴും നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട്, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വിതയ്ക്കാവുന്ന അപകടത്തിന്റെ, നാശത്തിന്റെ ഒരു നേർചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം ഇതിലൊക്കെ എത്രയോ ഭീകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള മാറാവ്യാധികൾ വരാനുള്ള സാധ്യത എത്രയോ ഇരട്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ റോയ് പ്രതികരിച്ചതിന്. മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ HIV ബാധ, വളാഞ്ചേരിയിൽ 9 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. സൂചിയിൽ ലഹരി നിറച്ച് ഉപയോഗിക്കുന്നതിനിടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യവകുപ്പും കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചു. സ്ഥിതി വിലയിരുത്താൻ മലപ്പുറം കലക്ട്രേറ്റിൽ DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ശിവദാസ് കന്മനമാണ് ഈ വിവരങ്ങൾ
പങ്കുവച്ചത്.